لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ജീവിതം സർവജ്ഞനും യുക്തിമാനും സർവവ്യാപിയും മഹാകാരുണ്യവാനുമായ ഏക സൃഷ്ടാവിൻ്റെ സ്വോദ്ദേശമായ ഒരു സൃഷ്ടിപ്പാണ്. എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ഉടമസ്ഥനും സംരക്ഷകനും നിയന്ത്രണനും പരമാധികാരിയും അവൻ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ആദം നബി അലൈഹിസ്സലാം മുതൽ പഠിപ്പിച്ചു വരുന്ന ഒരു സംഗതിയാണ്. ഇവിടെ മനുഷ്യന് ഒരു ജീവിതം നിശ്ചയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായിട്ടാണ് ജനിപ്പിച്ച് വളർത്തിയത് എന്നുള്ളതാണ്. അവിടെ ഭൂമിയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടും സഹോദരങ്ങളെ പോലെ ജീവിച്ചുകൊണ്ടും അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം. അതിനവൻ അടിസ്ഥാനപരമായ ചില സംഗതികൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അവൻ്റെ ജന്മത്തിൻ്റെ പ്രകൃതം ഒരേ അടിസ്ഥാനത്തിൽ നിന്നാണ് മനുഷ്യൻ ജനിച്ചു വളർന്നത്. ലോകത്ത് ഇന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ആളുകളുണ്ട്. അവരുടെ ഇടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ വലിയ ചിന്തകന്മാരും ഭരണകർത്താക്കളും കൂലങ്കഷമായി ചിന്തിച്ച് നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ രൂക്ഷമായി രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടക്കുകയും സമ്പത്തും ജീവനും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വംശീയതയുടെ പേരിൽ, ഭാഷാ വ്യത്യാസത്തിൻ്റെ പേരിൽ, പ്രാദേശികതയുടെ പേരിൽ, വലിപ്പ ചെറുപ്പത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് ലോകത്ത് ഒരുപാട് കലാപങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം. നമ്മുടെ രാജ്യം ഈ അടുത്ത കാലത്ത് ഒരു വംശീയ കലാപത്തിന് ഇരയാവുകയും ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ ഭവനരഹിതരാകുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത് നമുക്ക് അറിയുന്ന സംഗതി.
ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. നമ്മളും ഇവിടെ പൈസ തിരിച്ചത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഈ വംശീയ വെറിയും കലാപവുമൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് പരിഹരിച്ചു കളയാൻ ആധുനിക ഭരണകർത്താക്കളും തത്വചിന്തകന്മാരുമൊക്കെ ഒരുപാട് ശ്രമം നടത്തിയിട്ടും നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. യഥാർത്ഥത്തിൽ ഇതിനുള്ള പരിഹാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഖുർആനിലൂടെ ഒരുപാട് വർഷങ്ങൾക്കും സഹസ്രാബ്ദങ്ങൾക്കും നിർദ്ദേശം നൽകി. ആധുനിക മനുഷ്യന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഒരു സംഘടന, ഒരു ഐക്യവേദി. അത് യഥാർത്ഥത്തിൽ വിജയിച്ചില്ല, പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത്. അപ്പോൾ ജനങ്ങൾ അതിന്റെ കെടുതിയെ സംബന്ധിച്ച്, മില്യൺ കണക്കിന് ആളുകൾ മരിച്ചുപോയ ആ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതിയെ സംബന്ധിച്ച് കൂടുതൽ കൂലങ്കഷമായി ആലോചിക്കുകയും അതിനുശേഷമാണ് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയത്. ഈ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയതിനു ശേഷമാണ് മനുഷ്യാവകാശവും പൗരാവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സംബന്ധിച്ച UN പൗരാവകാശത്തിന്റെ ചാർട്ടർ ഉണ്ടാവുന്നത്. വളരെ അടുത്ത കാലത്തുള്ള സംഭവമാണ്. 1939 ശേഷമാണ്, 45 ശേഷമാണ്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായത്. പക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യനെ ഈ ഭൂമുഖത്ത് മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല മനുഷ്യനെ പഠിപ്പിക്കുകയുണ്ടായി. ആ ഒരു യാഥാർത്ഥ്യം മനുഷ്യ മനസ്സിൽ രൂഢമൂലമാകുമ്പോൾ മാത്രമേ മനുഷ്യനിലെ വിശ്വമാനവിക സാഹോദര്യം യഥാർത്ഥത്തിൽ വളരുകയും പൂത്തിലെക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ഹാവഭാവങ്ങളോ വികാരങ്ങളോ താല്പര്യങ്ങളോ വെച്ചുകൊണ്ട് നമുക്ക് ഒരു നിയമനിർമ്മാണം നടത്തി ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിലുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കലാപങ്ങളും ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതിന് ആധുനിക ലോകം തന്നെ ഒരു തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ പഠിപ്പിച്ച അതേ സംഗതി തന്നെ ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് പഠിപ്പിച്ചു. യാ അയ്യുഹന്നാസ്, ഖുർആൻ ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ്. അപ്പോൾ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് ഖുർആനിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കുറേ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. യാ യുഹൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയില്ല. യാ യുഹൽ മുഅ്മിൻ എന്ന് പറയുന്ന ആയത്ത് നമുക്ക് കാണാൻ പറ്റും. മുസ്ലിങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല ഖുർആൻ സംബോധന. അല്ലയോ ജനങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്കാണ് മനുഷ്യനെ അഭിസംബോധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അവൻ അങ്ങനെ തന്നെ പഠിക്കണമെന്നാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. വളരെ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ്. ജനങ്ങളെ, മനുഷ്യന്മാരെ, ഇത്തഖൂ റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. നിങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് സംരക്ഷിച്ച് വളർത്തി വലുതാക്കി എടുക്കുന്നവരെന്നൊക്കെയുള്ള വിപുലമായ അർത്ഥതലങ്ങളിലുള്ളതാണ്. ഇത്തഖൂ റബ്ബകും, നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. രക്ഷിതാവിന്റെ നിയമങ്ങളെ വളരെ കരുതലോടുകൂടി സൂക്ഷിച്ച് ഭക്തിയുള്ളവരാകുക. അവന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ ആനന്ദവും പ്രതീക്ഷയും സംതൃപ്തിയും വെക്കുക. അവന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾക്ക് അപകടം വരും, അതൃപ്തി വരും, അതുപോലെ ശിക്ഷ അനുഭവപ്പെടുമെന്ന ഭയത്തോടുകൂടി, ഒരു ഉൾഭയത്തോടും പ്രതീക്ഷയോടും കൂടി മനുഷ്യൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ വികാരമാണ് തഖ്വ എന്നുള്ളത്. അതായത് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരു ആത്മാവിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു നഫ്സിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹ, ആ ഒരേ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരേ നഫ്സിൽ നിന്ന് ഒരേ സത്തയിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇണയെ സൃഷ്ടിച്ചത്. അപ്പൊ അടിസ്ഥാനപരമായി മനുഷ്യൻ ഒന്നാണ്. അതായത് ആണും പെണ്ണും ചേർന്ന് അല്ലാഹു തആല ആദ്യം ഒന്നായിരുന്നു മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, ഇൻസാനെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ആ നഫ്സും വാഹിദ എന്ന് പറഞ്ഞ ആ സത്തയിൽ നിന്ന് പിന്നെ അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. ഇണയും തുണയുമായി ജീവിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇൻസാൻ എന്നതിനെ രണ്ടാക്കി. അപ്പൊ അത് അള്ളാഹുവിന്റെ യുക്തിയുടെ താല്പര്യം അതാണ്. ഇണയും തുണയുമായി ജീവിക്കുക, പരസ്പരം ആശയവിനിമയം നടത്തിയും അതുപോലെ സുഖദുഃഖങ്ങൾ പങ്കിട്ടും പ്രവർത്തിച്ചും പുരോഗതിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇൻസാൻ എന്നതിനെ രണ്ടാക്കി. റജുലും അതുപോലെ തന്നെ നിസാ എന്ന് പറഞ്ഞു. അതായത് റിജാലും നിസാ, റജിലാണ് അതുപോലെ ആണും പെണ്ണും എന്നുള്ള നിലയ്ക്ക്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ,
എന്നിട്ട് അതിൽ നിന്ന് അപ്പോൾ അവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും കരുണയും അല്ലാഹു തആല സൃഷ്ടിച്ചു. വെറുതെയല്ല, സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പരസ്പരം യോജിക്കാൻ. ആ സ്നേഹത്തിന്റെ കരുണയുടെ ഒരു അന്തരീക്ഷം ജീവിച്ചു നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് മനസ്സിലാകുക. എത്ര വഴല് പറഞ്ഞാലും യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ദമ്പതികൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഫളലാണ്, അതായത് മവദ്ദത്തും വറഹ്മ, കാരുണ്യവും സ്നേഹവും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരുപാട് പ്രശ്നകലുഷിതമായ ഈ ജീവിത സാഹചര്യത്തിൽ ഏതൊരു കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെയാണ് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. സ്നേഹത്തിന്റെ കരുണയുടെ, അത് എന്റേതാണ്, എനിക്കുള്ളതാണ്, ആശ്വാസത്തിനുള്ളതാണ് എന്നുള്ള രീതിയിൽ പെരുമാറാൻ നമുക്ക് കഴിയാത്തത് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ പോരായ്മ കൊണ്ടാണ്. നമ്മൾ മാത്രം വിചാരിച്ചാൽ ഭാര്യയെ അങ്ങനെ ഭയങ്കര സ്നേഹിക്കാനൊന്നും പറ്റില്ല, ഭാര്യ ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ തന്നെ കനിയണം, എങ്കിലേ ആ സ്നേഹത്തിന്റെ ശക്തിയും ചൈതന്യവും ഒക്കെ യഥാർത്ഥം നിലനിൽക്കുള്ളൂ. മവദ്ദത്തും റഹ്മ എടുത്തത് അള്ളാഹു തആല പറയാ, അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി നാം നൽകിയിരിക്കുന്നു. അല്ലാഹു മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. രണ്ട് സ്ഥലത്തുണ്ട്. അതായത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുള്ള രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന മനുഷ്യന്മാര് ഒരു ചെറിയ വാക്ക്, ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് രക്ഷകർത്താവ്, പിതാവോ സഹോദരനോ എളാപ്പയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വേറൊന്നും നടക്കുന്നില്ല. ആത്മീയമായ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹത്തിന്റെ പൊതിയൽ കൊണ്ടാണ്, അല്ലാതെ ആ വാക്കുകൊണ്ട് വേറെ നടക്കുന്നില്ലല്ലോ അവിടെ. ആ അനുഗ്രഹം യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്, അത് ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യന് ആസ്വദിക്കാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട്. ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. അത് ഇല്ലാതാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ വില മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിനത്ര വലിയ വാല്യൂ നമ്മൾ കൽപ്പിക്കാറില്ല. അങ്ങനെ ഇത് രണ്ടിൽ നിന്നും ഒരുപാട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിണക്കിയ പ്രത്യേകമായ ഒരു പവിത്രമായ അതിമനോഹരമായ അനുഭൂതിപൂരകമായ ആസ്വാദ്യദായകമായ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇണയും തുണയും എന്നുള്ളത്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ തന്നിട്ടുള്ള സൗഭാഗ്യം ആസ്വദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിക്കണം മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹ് ഏതൊരു അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾ ബന്ധങ്ങൾ ചേർക്കാൻ ചോദിക്കുന്നത്? ഏതൊരു ഗർഭപാത്രത്തിന് ബന്ധത്തിന്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നത്? അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ആ ഗർഭപാത്രത്തിന്റെ ബന്ധം സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ സാഹോദര്യം സൂക്ഷിക്കുകയും ചെയ്യുക. ഏകോദര സഹോദരങ്ങൾ എന്നാണല്ലോ മനുഷ്യനെ സംബന്ധിച്ച് പറയാം. ഏക ഉദര സഹോദരൻ, മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെ ഏകോദര സഹോദരങ്ങളാണ്. അതായത് ഹവ്വയുടെ വയറ്റിൽ നിന്ന് വന്നതാണ് ഈ ഭൂമുഖത്തുള്ള ആദം നബി ഒഴിച്ചുള്ള മുഴുവൻ മനുഷ്യന്മാരും എന്നുള്ളതാണ്. ഈസാ നബി പോലും അങ്ങനെയാണ്. അപ്പോൾ ഹവ്വയുടെ ഉദരത്തിൽ നിന്ന് വന്നതാണ് ഏകോദര സഹോദരങ്ങൾ. ഈ ഒരു യാഥാർത്ഥ്യം പരസ്പരം വെട്ടിക്കീറുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക പ്രവാചകരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങളിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തഖ്വൂൻ. തഖ്വ പാലിക്കാൻ ആദ്യം പറഞ്ഞു. എങ്ങനെയാണ് തഖ്വ ഉണ്ടാവുന്നത് എന്ന് വേറൊരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവന് ആരാധന നടത്തുക, ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള രക്ഷിതാവിന്. അതായത് വല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും, നിങ്ങളെ മുമ്പുള്ളതും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആരാധന നിർവഹിക്കണം. ആരാധനയുടെ ഏറ്റവും ചെറിയ ഫോം ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യണത്, എന്തിനാണ് ദുആ ചെയ്യുന്നത് എന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. നമ്മൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിലേ ആരോട് ചോദിക്കേണ്ടതുള്ളൂ. ഒരാവശ്യമില്ലാത്തവൻ ആരോടും ചോദിക്കേണ്ടതില്ല. മനുഷ്യൻ ഫഖീറുൻ ഇലല്ലാഹ്, അല്ലാഹു ഹുവൽ ഗനീ, അല്ലാഹു തആല സ്വതേ സുദ്ദഹനാണ്, പരാശ്രയരഹിതനാണ്. ആരുടെയും ആശ്രയം അവന് വേണ്ട.
മനുഷ്യന്മാരെല്ലാം ഫുഖറാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ്, അള്ളാഹുവിലേക്ക് എപ്പോഴും അനിവാര്യമായ ആവശ്യമുള്ളവനാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ അവസാനിക്കുന്ന പ്രശ്നമില്ല. അവൻ ആവശ്യമുണ്ട്. ഈ ആവശ്യം അവൻ ആരോടാ ചോദിക്കാം? അവൻ പ്രത്യക്ഷത്തിൽ ഉമ്മയോടോ ഉപ്പയോടോ സഹോദരനോടോ സഹോദരിയോടോ കൂട്ടുകാരനോടോ നാട്ടുകാരനോടോ ഭരണാധികാരിയോടോ പോലീസിനോടോ പട്ടാളത്തിനോടോ കോടതിയോടോ ഒക്കെയാണ് ചോദിക്കുന്നെങ്കിലും അതിന്റെ പിന്നിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നൊരു യാഥാർത്ഥ്യം മറന്നുപോകരുത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, നിരന്തരമായി ചോദിക്കുക. ചോദിക്കുമ്പോൾ ഭക്തിയോടെ ചോദിക്കുക, വിനയാന്യതനായി ചോദിക്കുക, വിശ്വാസത്തോടെ ചോദിക്കുക, ദാർഢ്യത്തോടെ ചോദിക്കുക. ചോദിച്ചാൽ കേൾക്കുന്നവനാണ്, കേട്ടാൽ ഉത്തരം നൽകുന്നവനാണ്. ഉത്തരം കിട്ടിയാൽ എനിക്ക് പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്ന ദൃഢമായ ബോധ്യം. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് അല്ലാഹു തആല തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞു. തഖ്വ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ഇബാദത്ത് എടുക്കുമ്പോൾ ഇബാദത്ത് ദുആണ്. ദുആയുടെ വിവിധ രൂപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. നിങ്ങൾ നല്ലത്, ഭൂമിയിലുള്ള ഹലാലായ നല്ലത് മാത്രം തിന്നുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. ഇവിടെ ഒരു പൈശാചിക ശക്തിയുണ്ട്, നിങ്ങളുടെ പരീക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖുർആൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറഞ്ഞുണ്ടാക്കാനും മോശവും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് നെഗറ്റീവ് ഫോഴ്സ്, പിശാച്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ തഖ്വയ്ക്ക് നേരെ വിരുദ്ധമായി നിൽക്കുന്നതാണ് മനസ്സിന്റെ ദൗർബോധനങ്ങൾ. അതായത് ആർത്തി, അത്യാഗ്രഹം, ഒരുപാട് തരത്തിലുള്ള അസൂയ, പക, വിദ്വേഷം. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് പൈശാചിക ദൗർബോധനം. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത ഒരു അവസ്ഥ മനുഷ്യന് മനസ്സിലുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ വരുമ്പോഴാണ് മനുഷ്യന് വല്ലാണ്ട് ആർത്തി ഉണ്ടാകുന്നത്. ആർത്തി കൊണ്ട് അവൻ പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കൂല എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. മനുഷ്യന്റെ ആർത്തി കൊണ്ടല്ല അവന് ഭക്ഷണം കിട്ടുന്നത്, അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് അവന് കിട്ടുന്നത്. മനുഷ്യന്റെ ആർത്തി കൊണ്ടല്ല അവന് ജീവിക്കാൻ സ്ഥലം കിട്ടുന്നത്, വീട് കിട്ടുന്നത്, ആരോഗ്യം ലഭിക്കുന്നത്, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിശ്ചയിച്ച് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇബ്നു മസ്ഊദുമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസുമായിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാൻ. പിന്നെ ഒട്ടകത്തിന്റെ പിന്നിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇരിക്കുമ്പോൾ റസൂല് പറഞ്ഞു, കുട്ടി, നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക. അവൻ നിനക്ക് എന്തൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് നിന്റെ ജീവിതകാലത്ത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവൻ നിനക്ക് വേണ്ടാന്ന് തീരുമാനിച്ച ഒരു കാര്യവും ലോകം മുഴുവൻ വിചാരിച്ചാലും നിനക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല. അവൻ നിശ്ചയിച്ച കാര്യം തടയാൻ ലോകത്താർക്കും സാധ്യമല്ല. അതുകൊണ്ട് അവൻ നിശ്ചയിച്ചത് മാത്രമേ നിനക്ക് ലഭിക്കുള്ളൂ. നിശ്ചയിച്ചതിൽ നിനക്ക് നന്മയുണ്ടാവും, അതിൽ നീ സംതൃപ്തി രേഖപ്പെടുത്തുക. അല്ലാഹു തആല പറഞ്ഞു, ലാ സീദന്നകും, അധികം അല്ലാഹു തആല തരാം. ഇത് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ ഖദറിന്റെ പേരിൽ തർക്കിക്കാൻ പറ്റും. തർക്കിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞൊരു സംഗതിയാണ്. ഖദറാണെന്ന് പറഞ്ഞ് കുട്ടിയിരുന്ന ഭക്ഷണം കിട്ടുമോ മൗലവി എന്നൊക്കെ ചോദിക്കുന്ന ചില ലേമൻ ക്വസ്റ്റ്യൻസ് സാധാരണ ഉണ്ടാവാറുണ്ട് എന്നുള്ള. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. ആകെ ഉള്ളത് ഒരു വിശ്വാസ സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ നിഷേധിക്കാം. നിഷേധിച്ചാൽ, സംശയിച്ചാൽ അത് അതിന്റെ വഴിക്ക് പോകും, വിശ്വസിച്ചാൽ അത് അതിന്റെ വഴിക്ക് പോകും. അപ്പൊ വിശ്വാസത്തിന്റെ കമ്മിയാണ് ഖദറിലെ തർക്കമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യനതങ്ങ് മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള. എന്നിട്ട് എങ്ങനെയാണ് ഹിദായത്ത് ലഭിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യാ അയ്യുഹന്നാസ്, നീ പറയാ പ്രവാചകരെ ജനങ്ങളോട്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾക്ക് മുഴുവനുള്ള ഒരു പ്രവാചകനാണ്. മുസ്ലിങ്ങൾക്കുള്ള പ്രവാചകനല്ല. മുസ്ലിങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ലോകത്തെ പ്രശ്നം. അതല്ല, അവരുടെ പ്രവാചകനെയും കൂടി നിന്ദിക്കുകയാണ്. മനുഷ്യന്മാർ പ്രവാചകനെ നിന്ദിച്ചാൽ അള്ളാഹുവിനെ നിന്ദിക്കുന്നതിന് സമമാണ്. ദൈവവിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ പ്രവാചകനെ നിന്ദിച്ചാൽ അവൻ സ്വയം നിന്ദിക്കുകയും അള്ളാഹുവിനെ നിന്ദിക്കുകയും ചെയ്യുന്ന സമമാണ്. ഖുർആന്റെ ഭാഷയിൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അത് നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. മുഹമ്മദ് എന്ന് പറയുന്നത് ഈ മുസ്ലിം എന്ന് പേരിട്ടവന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇത് മനുഷ്യ സമൂഹത്തിനുള്ള ഒരു പൊതു സ്വത്താണ് എന്ന് നീ പ്രഖ്യാപിക്കുക. അത് പറയാൻ കൂടി നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവാചകനായിട്ടാണ് കാണുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വേണ്ട, നിങ്ങൾ അങ്ങനെ റിസർവ് ഒന്നും വെക്കണ്ട,
മനുഷ്യരുടെ പ്രവാചകനായിട്ടാണ്. കാരുണ്യത്തിന്റെ മഹാദൂതൻ ഈ പ്രപഞ്ചത്തിലാകെയുള്ള മനുഷ്യരുടെ പ്രവാചകനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. നിങ്ങൾ നിന്ദിച്ചാൽ സ്വയം നിന്ദിക്കലാണ്. ഇത് മനുഷ്യന്മാരൊന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലാ ഇലാഹ ഇല്ലഹു ആ ജമിഅൻ പറഞ്ഞിട്ട് അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം കയ്യിലുള്ളവൻ. പ്രവാചകനെ നിന്ദിക്കുന്നവന് ഒരു സെക്കൻഡ് കൊണ്ട് ഭസ്മമാക്കാൻ, ചാമ്പലാക്കാൻ, ഈ ഭൂമിയിൽ ഇല്ലാതാക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയാത്തത് കൊണ്ടല്ലല്ലോ. മാരണക്കാരനാണ്, അതുപോലെ തന്നെ മറ്റേ ജ്യോത്സ്യനാണ്, കുഴപ്പക്കാരനാണ്, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്, അതുപോലെ പാപ്പയും ഉമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയ ഹതാശയനാണ്, ആമക്കൾ മരിച്ചുപോയ ദൗർഭാഗ്യവാനാണ്, അതുപോലെ പിശാച് ബാധിച്ച ചങ്ങാതിയാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മക്ക മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞതിനേക്കാൾ മോശമായിട്ട് ഇനി ഈ ദുനിയാവിൽ ജനിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. അത്രയധികം സംഗതികൾ അവർ പറഞ്ഞു കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ പരിശുദ്ധയായ ഭാര്യയെ സംബന്ധിച്ച് വരെ അപവാദം പറഞ്ഞ് 21 ദിവസം തീക്കുണ്ടത്തിൽ എരിയുമ്പോൾ 29 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ എരിഞ്ഞടങ്ങിയത് ഈ ലോകം കണ്ടതാണ്. അത് പച്ചയായി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനേക്കാൾ വലിയതൊന്നും ആദിന ലോകത്തെ ഈ ധിക്കാരികൾക്കും നാശകാരികൾക്കും യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ സത്യവിശ്വാസികൾ ഈ കാര്യം മനസ്സിലാക്കുകയും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. വആമിനു ബില്ലാഹി വറസൂൽ ലാ ഇലാഹ ഇല്ലാഹു, ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള അല്ലാഹു ആണ് ആരാധനയ്ക്കർഹൻ, അവനല്ലാതെ മറ്റാരുമില്ല. യുഹീ വയുമീതു, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. വആമിനു ബില്ലാഹി വറസൂലിഹി, അതായത് വാമിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം. അന്നബിയിൽ ഉമ്മിയില്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, നിരക്ഷരനായ ഒരു പ്രവാചകൻ, അദ്ദേഹം അല്ലാഹുവിലും അവന്റെ ദൃഷ്ടാന്തങ്ങളിലും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം. വത്തബിഉഹു, അവനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം. വഅല്ലകും തഹ്തദൂൻ, അവിടെയാണ്. എന്നാൽ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. അപ്പൊ നേർമാർഗമില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കലാപകലുഷിതമായ സാഹചര്യം ഉണ്ടാക്കുന്നത് പിശാചിന്റെ പിറകെ പോകുന്നവരാണ്, അല്ലെങ്കിൽ അവർ തന്നെ പിശാചുക്കളായി മാറിയത് കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണെന്ന്. ആ ജനങ്ങൾക്കുള്ള സന്ദേശം ഒരുപാട് സ്ഥലത്ത് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത അത്രയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം ഓതി വെച്ചത് സൂറത്തുൽ ഹുജറാത്തിലെ അവസാനത്തെ വാക്കുകൾ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളെ ഗോത്രങ്ങളും വിഭാഗങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ കടിച്ചു കീറുന്നതിന് വേണ്ടിയല്ല എന്നുള്ളതാണ്. അതായത് വിശ്വമാനവികതയുടെ ഒരു സാഹോദര്യ സന്ദേശമാണ് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഏതെങ്കിലുമൊക്കെ തുരുത്തുകൾ ഉണ്ടാക്കി അവിടെ വിഭാഗീയതയുടെ ദുഷിച്ചു നാറുന്ന കെട്ടുനാറിയ കുടിലുകളിൽ ജീവിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. വർഗീയതയോ തീവ്രവാദമോ അനാവശ്യമോ അക്രമമോ ഭാഷ വർണ്ണ വേഷ ഏതെങ്കിലും തരത്തിലുള്ള വംശീയതയോ ഉള്ള വിഭാഗീയതയല്ല യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശ്വമാനവികതയും വിശ്വസാഹോദര്യവുമാണ് എന്നുള്ള തആല വളരെ വ്യക്തമായി പറയാം. ഇവിടെ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മിക്കവാറും പ്രശ്നങ്ങളുടെ അടിവേര് അറുത്ത് കളയാൻ മനുഷ്യർ ഏകോദര സഹോദരങ്ങളാണ്. അതിലൊരു ചാൻസ് നിൽക്കുന്നുണ്ട്. വിശ്വസിക്കാം, നിഷേധിക്കാം. വിശ്വസിച്ചവന് ഈ വഴി, നിഷേധിച്ചവന് ഈ വഴി എന്നുള്ളതാണ്. അപ്പൊ വിശ്വസിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേകമായി പരിഗണിക്കും. നിഷേധിച്ചവനെ അതിന് ചിലപ്പോൾ അവൻ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കും, ചിലപ്പോൾ ശിക്ഷിക്കാതെ വിടും. അതൊക്കെ അള്ളാഹുവിന്റെ വ്യക്തിയിൽപ്പെട്ടാണ്. നിഷേധികളായ ഒരുപാട് ജനതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച കഥകളൊക്കെ ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ ഭാഷാപരമായി ഞങ്ങൾ ഒന്നാണ് എന്ന് പൊങ്ങച്ചം കാണിക്കാൻ ഭൂമിയിൽ മനുഷ്യന് അവകാശമില്ല എന്നാണ്. ഭാഷാപരമായ പ്രത്യേകമായ യൂണിയൻ അവകാശമില്ല, പ്രാദേശികപരമായ യൂണിയൻ അവകാശമില്ല. കറുത്തവനായ വെളുത്തവനായ അല്ലെങ്കിൽ വീട്ടിഷ് കളറാണ് മഞ്ഞ കളറാണ് എന്ന് പറഞ്ഞ അവകാശമില്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രദേശം വെട്ടിപ്പിടിച്ചിട്ട് അവിടെ മാത്രമുള്ള മനുഷ്യർ ഉന്നതരാണ്, യൂറോപ്യന്മാർ മിടുക്കന്മാരാണ്, മറ്റവർ താഴ്ന്നവരാണ് എന്ന് വിചാരിക്കാനുള്ള അവകാശം മനുഷ്യല്ല. അപ്പൊ മനുഷ്യന് പ്രകൃതി വിരുദ്ധമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കലാപകലുഷിതമായ ഒരു സാഹചര്യം പിശാച് അവന്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്നത്.
ഉള്ളിലെ പിശാചിന്റെ പകയാണ് പുറത്ത് രക്തച്ചൊരിച്ചിലായി വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ ജന്മപ്രകൃതം, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം, അവൻ ഏകോദര സഹോദരനെ പോലെ പെരുമാറേണ്ട ആവശ്യകത സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതിൽ നിന്ന് മനുഷ്യൻ ഒരുപാട് പിന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇതൊക്കെ നടപ്പാക്കിയ തലമുറ ഇതേതെങ്കിലും ഒരു അപസർപ്പക നോവലിലെ ഏതെങ്കിലും ഒരു കഥയല്ല. ഈ ഭൂമിയിൽ ഒരു മഹാപ്രവാചകന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുകയും ലോകം അതിന്റെ ആനന്ദം ആസ്വദിക്കുകയും ചെയ്തതാണ്. ഇന്നും വർണ്ണശബളമായ ചരിത്രത്തോടുകൂടി നമുക്കത് പറഞ്ഞു കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുള്ളതാണ്. എല്ലാത്തരം വിഭാഗീയതകളും, അതായത് വർഗത്തിന്റെ പേരിൽ, ജാതിയുടെ പേരില്, പൊങ്ങച്ചത്തിന്റെ പേരില്, പണത്തിന്റെ പേരില് എല്ലാം അറുച്ചു മാറ്റുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്നുള്ളതാണ്. അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഉച്ചനീതിത്വങ്ങളും ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ പുറത്താക്കി ആ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അവസരം ലഭിച്ച മക്കം ഫതഹിന്റെ സന്ദർഭത്തിൽ വളരെ വികാരഭരിതമായി കഅബയിലേക്ക് ഇങ്ങനെ നോക്കുക. അദ്ദേഹത്തിന്റെ ഒട്ടകം ഇങ്ങനെ കഅബയുടെ അടുത്തേക്ക് ബഹ്റമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു. അപ്പോൾ കുനിഞ്ഞ് 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 നന്ദി കാണിച്ച് അള്ളാഹുവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഅബയിലേക്ക് ഇങ്ങനെ നോക്കുക. അവിടെ തവാഫ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞത്, ജനങ്ങളെ, നിങ്ങളിൽ നിന്ന് ഈ അജ്ഞാന കാലത്തെ ജാഹിലിയത്തിന്റെ ന്യൂനതകളും അഹങ്കാരവും ദൂരീകരിച്ച അള്ളാഹുവിന് സ്തുതി. അപ്പൊ വിവരമില്ലായ്മയുടെ, ജാഹിലിയത്തിന്റെ അടയാളമാണ് അഹങ്കാരം, ധിക്കാരം എന്ന് അല്ലാഹു തആല. മനുഷ്യർ രണ്ട് തരക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്ന് നല്ലവനും സൂക്ഷ്മാലുവും അല്ലാഹുവിങ്കൽ ആദരണീയമനുമായവൻ. മറ്റൊന്ന് അധർമ്മിയും ഹതഭാഗ്യവനും അല്ലാഹുവിങ്കൽ നിന്ദ്യനുമായവൻ. മനുഷ്യരിൽ അഖിലവും ആദമിന്റെ സന്താനങ്ങളാണ്. അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം. ലോകത്തെ പൂർണ്ണമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെ കോൺക്വസ്റ്റ് ഓഫ് മക്ക, അതായത് മക്കം ഫതഹിന്റെ കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ വിശദാംശമാണ് ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നടത്തിയത് എന്നുള്ളതാണ്. അത് മനുഷ്യരെ മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഗോത്രത്തിന്റെ, വർഗത്തിന്റെ പേരില്, അതുപോലെ ആഭിജാത്യത്തിന്റെ പേരില്, പണത്തിന്റെ പേരില് ഒക്കെ അടികൂടി തലപൊളിച്ച് രക്തം ചിന്തി മാനവികതയുടെ മൂല്യങ്ങളെ തകർത്തിരുന്ന ഒരു മഹാകാട്ടാള സമൂഹത്തിന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായി അവരെ പരിഷ്കരിച്ചെടുത്തതിനു ശേഷം പറയാ, ജാഹിലിയത്തിന്റെ എല്ലാ അഹങ്കാരങ്ങളും ന്യൂനതകളും നിങ്ങളിൽ നിന്ന് മാറ്റി തന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് അതിനുശേഷം അതിന്റെ പൂർണ്ണമായ പ്രഖ്യാപനം ഹജ്ജത്തുൽ വിദായില്, ജനങ്ങളെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങളുടെ നാഥൻ ഏകനാണ്. അറബിക്ക് അനറബിയേക്കാലോ, അനറബിക്ക് അറബിയേക്കാലോ, കറുത്തവന് വെളുത്തവനേക്കാലോ, വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങളുടെ ശ്രേഷ്ഠത കണക്കാക്കപ്പെടുന്നത് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. എന്നിട്ടാണ് ഈ ആയത്ത് ഓതി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ വർണ്ണത്തിന്റെ വൈജാത്യങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങളുടെ ഭാഷയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത്, നിറത്തിന്റെ അതുപോലെ തന്നെ പ്രദേശത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത്, ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കിയത്, തടിമിടുക്കും അല്ലാത്തതുണ്ടാക്കിയത്, പണവും അല്ലാതെയൊക്കെ തന്നത് നിങ്ങളിൽ തആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. എല്ലാവരും ഒരേ ഭാഷക്കാരും ഒരേ നാട്ടുകാരും ഒരേ ജീവിത തോതുള്ളവരുമാണെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനോ പ്രവർത്തിക്കാനോ ജീവിതം ഒഴുകാനോ സാധ്യമാവില്ല. യുക്തിജ്ഞനായ അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് വൈവിധ്യം നേടുകയും ഈ വൈവിധ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം കാണാൻ വേണ്ടി മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കണം. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എന്റെ സഹോദരനോടാണ് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വിശ്വാസിയായി കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല ഗ്രേഡ് മാറ്റി കൊടുക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ ഏർപ്പെടുത്തും. അതുകൊണ്ട് നിഷേധികളെ മുഴുവൻ ഒന്നടങ്കം ഒരു പ്രാവശ്യം വിളിച്ച് നശിപ്പിക്കുന്ന ഒരു പണിയില്ല. അവർക്ക് ഒരു നിശ്ചിതമായ ഒരു കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെന്നുള്ള. കാരണം നിഷേധികൾ ഉള്ളപ്പോഴേ വിശ്വാസത്തിന്റെ വില ഉണ്ടാവുള്ളൂ, വിശ്വാസികൾ ഉള്ളപ്പോഴേ നിഷേധത്തിന്റെ വില ഉണ്ടാവുള്ളൂ. രണ്ടുമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അതിന്റെ യുക്തിയൊന്നും യഥാർത്ഥം നമുക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ പറ്റില്ല. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാ, കറുത്തവന് വെളുത്തവനേക്കാളോ വെറുത്തവൻ കറുത്തവനേക്കാളോ യാതൊരു തരത്തിലുള്ള യാതൊരു പ്രത്യേക ശ്രേഷ്ഠതയുമില്ല. നിങ്ങളുടെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശ്രേഷ്ഠതയുടെ മാനദണ്ഡം അള്ളാഹുവിൽ കൂടുതൽ അടുപ്പമുള്ളവനാണ്, കൂടുതൽ തഖ്വയുള്ളവനാണ് എന്നാണ്. അങ്ങനെയാണ് തഖ്വ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഹിദായത്ത് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ ഹ്രസ്വമായ ചില വിവരണങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൂടെ നൽകുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ അവിടെ വെച്ച് പറയാ,
അതായത് അള്ളാഹുവിൽ ഏറ്റവും വലിയ ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനോട് അടുപ്പമുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിവരം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ പറയുക എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, അവരെല്ലാം ഒന്നിച്ച് പറഞ്ഞു, അതേ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾ എത്തിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ദൂതൻ ആകാശത്തേക്ക് കൈ ഉയർത്തി അല്ലാഹു ഷാഹിദ്, അല്ലാഹു ഷാഹിദ്, അല്ലാഹു ഷാഹിദ് എന്ന് പറയും. നാഥ, നീയാണ് സത്യം, നീ തന്ന ഈ സന്ദേശം, മനുഷ്യർക്കുള്ള ഈ സന്ദേശം, സത്യവിശ്വാസികൾക്കോ മുസ്ലിങ്ങൾക്കോ ഉള്ള സന്ദേശമല്ല, മനുഷ്യർക്കുള്ള ഈ സന്ദേശം. മനുഷ്യർ ഒരേ ആദമിന്റെയും ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ്. അവർക്ക് പ്രത്യേക യാതൊരു തരത്തിലുള്ള വർണ്ണവലിപ്പങ്ങളിലുള്ള യാതൊരു പ്രത്യേകതയില്ല. അവരും ഏകോദര സഹോദരങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവനാണ് ഏറ്റവും ആദരണീയൻ. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, സത്യം അംഗീകരിക്കാത്തവനാണ് മഹാനിന്ദനായി പോകുന്നത് എന്ന ഒരു സന്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് ഞാനിതാ എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ആദമിന്റെ മനുഷ്യരെ, നിങ്ങളെല്ലാം ആദമിന്റെ സന്താനങ്ങളാണ്. ആദമോ മണ്ണിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ജനങ്ങൾ അവരുടെ പിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ പിതാമഹന്മാരുടെയോ പേരിലുള്ള പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും നിർത്തിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കണം. അപ്പൊ തറവാടിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വിഭാഗീയതയുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വളരെ നീചവും നികൃഷ്ടവും പൈശാചികവുമാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളും സമകാലിക ലോകത്ത് നടന്ന കാര്യങ്ങളും ഒന്നും തട്ടിച്ചു നോക്കുക. ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നേതാക്കന്മാരെ, മനുഷ്യന്മാരെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ നാലാളെ പിന്തുണ കിട്ടുമെങ്കിൽ ഏത് വിഭാഗീയതയും ആരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ലോകത്തിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പലസ്തീനിൽ നടക്കുന്നു, അഫ്ഗാനിസ്ഥാൻ നടക്കുന്നു, ബർമയിൽ നടക്കുന്നു, ആസാമിൽ നടക്കുന്നു, അതുപോലെ മിൻഡനാവിൽ നടക്കുന്നു, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നടക്കുന്നു, അമേരിക്കയിൽ നടക്കുന്നു, യൂറോപ്പിൽ നടക്കുന്നു. വംശീയവരിയുടെ പേരിൽ കലാപങ്ങൾ നടക്കുന്നു. മനുഷ്യന്റെ എല്ലാ വളർച്ചയും തടയുന്ന വളരെ മോശമായ വംശഹത്യകളുമെല്ലാം നടന്നു. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യത്വഹീനമാണ്, മനുഷ്യത്വരഹിതമാണ്. മനുഷ്യൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിനേക്കാൾ ഹൃദയംഗമായ, ഇതിനേക്കാൾ ആസ്വാദികരമായ, ഇതിനേക്കാൾ സമാധാനപൂർണമായ ഒരു സന്ദേശം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ലഭിക്കാനില്ല. ഇതും വഹിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികൾ നടക്കുന്നത്. അവർ ഇതിന്റെ യാഥാർത്ഥ്യം, ഇതിന്റെ വില മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ ആയത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഒന്ന് പഠിച്ചു മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കി ഈ ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ട് മറ്റുള്ളവരിൽ എത്തിക്കാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാബ്, ഊസികും വഇയ്യായ തഅനി ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളുമായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ ഗൗരവമാണ് വിഷയം. നമ്മൾ മുസ്ലിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്കുന്നു, നമസ്കരിക്കാൻ സമയമാകുമ്പോൾ നമസ്കരിക്കുന്നു, പള്ളിയിൽ കയറി വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുന്നു, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷെ അത് ഈ സമൂഹത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ സമൂഹത്തിൽ കാണുന്ന അരാജകത്വം, സമൂഹത്തിൽ കാണുന്ന ക്രമസമാധാന ഇല്ലായ്മ. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറെ കൂടി ഉപകാരപ്രദമായി ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടും. നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി മാത്രമുള്ള എന്തോ ഒരു പരലോക തൊഴിലാളി ഒന്നിനൊന്നും അല്ല യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിന്. ദുനിയാവിലും അന്തസ്സായിട്ട് ജീവിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിച്ച് മനുഷ്യന്മാർ പെരുമാറണം. നമ്മൾ പറഞ്ഞാലൊന്നും ആൾ കേൾക്കൂല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. കാരണം 950 കൊല്ലം ഈ വക കാര്യങ്ങൾ പറഞ്ഞു നടന്നിട്ട് ഒരു ജനതയിൽ നിന്ന് ആകെ 40-120 ഇടയിലുള്ള ആളെ കിട്ടി. ചില റിപ്പോർട്ട് 12. നൂഹ് നബി മഹാനായ ഒരു പ്രവാചകൻ. ഇന്ന് നമ്മളിൽ ഒരു സാധാരണക്കാരൻ ശ്രമിച്ച് പറഞ്ഞു നടന്നാൽ 12 കൂടുതൽ ആൾ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അന്ന് അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നടന്നപ്പോൾ 950 കൊല്ലം
എന്നാലോചിക്കും, നമുക്കൊരു 2 മണിക്കൂർ ചെയ്താൽ അല്ലെങ്കിൽ ഒരു 5 ദിവസം ചെയ്താൽ നമുക്ക് മടുത്തു. 950 വിശ്വസിക്കാൻ കൂടെ പറ്റില്ല നമുക്ക്. 950 കൊല്ലം ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞു നടന്നു, എന്നിട്ടും മടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയ മനപ്രയാസം ഉണ്ടാകുന്നപ്പോൾ അല്ലാഹു ഓതി കൊടുത്തതാ. മുഹമ്മദ്, നീ ഈ കാര്യത്തിൽ വളരെ സൗഭാഗ്യവാൻ. നിന്റെ മുന്നിൽ പോയ മൂത്ത സഹോദരനുണ്ടല്ലോ നോഹ്, അദ്ദേഹം അനുഭവിച്ച യാതനയുടെ ചരിത്രം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അത് ഓതി കൊടുത്തത്. ഹൂദിന്റെയും സാലിഹിന്റെയും ഇബ്രാഹിമിന്റെയും കഥകൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രബോധന വീഥിയിൽ ആശ്വാസം അരുളിക്കൊണ്ടാണ്. റസൂലിന് മാത്രമല്ല നമുക്കും ആശ്വാസം നൽകിക്കൊണ്ടാണ്. അപ്പൊ ജനങ്ങളോട് ഈ കാര്യം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ജനങ്ങളോട് പറയണമെന്ന ആഗ്രഹം കൂടി ഇല്ലാതെ മരിച്ചുപോയാൽ ആ മരണം യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ മരണമാവില്ല എന്നാണ്. നമുക്ക് നിസ്കരിക്കുകയും നോമ്പുടിക്കുകയും അഞ്ചുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഇത് ജനങ്ങൾക്ക് എത്തിക്കുക എന്ന അള്ളാഹുവിന്റെ അല്ല ഖുർആനിൽ മുഴുവൻ വിശ്വസിക്കണം. യുമിനൂന ബിമാ ഉൻസില ഇലൈക്, അത് കണ്ടീഷനാണ്. ഹിദായത്തിന്റെ കണ്ടീഷനിൽ പെട്ടതാണ്. നിനക്ക് അവതരിച്ചതും നിനക്ക് മുൻപിൽ അവതരിച്ചതും അവർ വിശ്വസിക്കണം. ആ അവതരിച്ചതിലാണ് അല്ലാഹു തആല പറയുന്നത് ബല്ലിഗ് മാ ഉൻസില ഇലൈക, നിനക്ക് അവതരിച്ചെന്നത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, മനുഷ്യരുടെ ഇടയിൽ ഇത് എത്തിച്ചു കൊടുക്കണം. മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ നന്മയുടെ വഴിയിൽ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരെയും അതിലേക്ക് പോകണം. നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മതിയാണ്. സ്വർഗത്തിലേക്കാണ് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും അതിലേക്ക് കൊണ്ടുപോകണം. ഉറപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഹാവഭാവങ്ങളിൽ നിന്ന് ഒരിക്കലും നോക്കൂല്ല എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇത് യഥാർത്ഥത്തിൽ രൂഢമൂലമായിട്ടുണ്ടോ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ ശരീരത്തിലും അതുപോലെ നിങ്ങളുടെ ധനത്തിലും അല്ല നോക്കൂല. അല്ല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലും അതനുസരിച്ച പ്രവർത്തനത്തിലുമാണ്. അപ്പൊ ഹൃദയത്തിൽ ആദ്യം ഇതുണ്ടാവണം. ഞാൻ ഏകനായ സൃഷ്ടാവിന്റെ അടിമയും അവന്റെ പ്രതിനിധിയുമാണ്. നിശ്ചിത കാലത്തേക്ക് ഇവിടെ വന്നതാണ്. സമൂഹത്തിന് മാതൃകയായി ജീവിക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് മഹത്തായ ഒരു സന്ദേശമുണ്ട്. അതെന്റെ കുടുംബത്തിൽ പകർത്തണം, എന്റെ നാട്ടിൽ പകർത്തണം, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിന് ആധുനിക ലോകത്തിൽ വേണ്ടതെല്ലാം ചെയ്യണം. അതിന് ഒത്തൊരുമയോടുകൂടി നിൽക്കണം. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി മറ്റുള്ളവരോട് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തനം നടത്തുമ്പോഴേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളൊന്നും ഇത് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്യണമെന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളെ ഒരു കോളനിയിൽ നമ്മൾ താമസിക്കുക, എല്ലാവരും മോശക്കാരാണ്. പക്ഷെ നമ്മൾ അവിടെ നിസ്കരിക്കുകയും നോമ്പുടിക്കുകയും നമ്മൾ അവിടെ നല്ല നിലയ്ക്കുകയും ചെയ്താൽ വളരെ ചുറ്റുപാടിലുള്ള പല സ്ഥലവും അതിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിതരണം ചെയ്യുന്നു. ഒരു വീട്ടിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ, ഒരു വീട്ടിൽ ഒരാൾ ഖുർആൻ ഓതുമ്പോൾ, ഒരു വീട്ടിൽ ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അയൽവക്കക്കാരനും അതിന്റെ സംരക്ഷണം കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പുവരുത്തുന്നു. എന്നാലോചിക്കുക, 7 അയൽവക്കം വരെ അതിൽ ഉറപ്പുവരുത്തുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ, അപ്പോൾ ഒരു സമൂഹത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ ചെയ്താൽ തന്നെ ഒരു വാഹനം ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഗുരുത്തങ്കെട്ട ഡ്രൈവറാണ് ഓടിക്കുന്നത് എങ്കിൽ പോലും ഒരുപാട് ജനങ്ങളുണ്ട്. അതിൽ ഒരുത്തൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് ആ വാഹനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപകടത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസിക്ക് അത് സത്യവിശ്വാസിയുടെ ആയുധമാണ്. സത്യവിശ്വാസം മനസ്സിലാക്കണം, അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർദന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ വബഖിയത സഹാബി റസൂലുള്ളാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തുനിന്നാകാതിരണേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തുനിന്നാകാതിരണേ തമ്പുരാനെ. അല്ലാഹു അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു മുന്നേ നിങ്ങളുടെ അടുത്തെത്തിയ ആളുകളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അവർക്ക് ആശ്വാസവും സമാധാനവും തരണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി തരണേ തമ്പുരാനെ.
ആശുപത്രികളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ രോഗികളായി കിടക്കുന്ന എല്ലാ രോഗികളുടെയും രോഗം നിഷ്പ്യാക്കണേ തമ്പുരാനെ. ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുടെ ദാരിദ്ര്യം നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ ഒരു തരത്തിലുള്ള അപമാനത്തിൽ നീ പെടുത്തല്ലേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാൻ ഞങ്ങളുടെ ദാരിദ്ര്യവും പ്രയാസവും സാമ്പത്തിക വിഷമതകൾ നീ മാറ്റിത്തരണേ തമ്പുരാനെ. നാഥ ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ തമ്പുരാനെ. കടങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അഭിമാനം എപ്പോഴും നീ സംരക്ഷിക്കണേ നാഥ. ഈ ദീനത്താവിധി ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ഉൾക്കൊണ്ട് ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങിയ ഒരാളെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ആശ്വാസപ്രദമായ ഒരു മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പൂർണ്ണമായി ഉൾക്കാഴ്ചയുള്ള ഹൃദയംഗമായ ഇബാദത്തുകളിൽപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആത്മാർത്ഥമായ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ കീടങ്ങളും നീ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കണേ തമ്പുരാനെ. ഹൃദയ വിശാലത നൽകി അനുഗ്രഹിക്കണേ നാഥ. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി മരിച്ച് ഫിർദൗസിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا وتب علينا وادخلنا في رحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.